വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചിക്കൻ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ്. നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. വേവിച്ചതിന് ശേഷം എല്ലിൽ നിന്ന് ഇറച്ചി പിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ചിക്കൻ വേവിച്ച് വെള്ളം എടുത്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്തി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ വെള്ളത്തോണ്ടാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് വേപ്പില കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അതും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡറിലൊന്ന് കറക്കി എടുത്തിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് കടലപ്പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിലാണ് അളവെടുത്തേക്കുന്നത്. 2 കപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൈകൊണ്ട് എല്ലാം കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചെടുത്തില്ലേ, ആ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ പക്കോടൊക്കെ ഉള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്യാവശ്യം വെള്ളം ഉണ്ട് അതിൽ. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക്
ഓയിൽ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവിൽ നിന്ന് കുറേശ്ശെ പിച്ചി ഇട്ട് കൊടുക്കുക. ശരിക്ക് ഉള്ളിലേക്കൊക്കെ വേവെത്തണം കേട്ടോ. അതിനുശേഷം പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളർ. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ പക്കോട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സീ യു.